നാട്ടിൽ പല സ്ഥലങ്ങളിലും ഇലക്ഷൻ നടക്കുകയാണല്ലോ. നമ്മുടെ നാട്ടിൽ ഒരു 3-4 മാസത്തിനകത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് വികസനവും അഴിമതിയും ഒക്കെയാണ്. നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളും കൂടി ഒരു തെരഞ്ഞെടുപ്പിലുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്താൽ നമ്മുടെ നാടെങ്കിലും വർഗീയതയുടെ കയ്യിലേക്ക് പോകരുത് എന്ന ഉദ്ദേശത്തോടെ ആയിരിക്കണം ജനാധിപത്യ ബോധമുള്ള ഒരു പൗരൻ തിരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത്. നിലവിൽ രാജ്യം ഭരിക്കുന്ന വർഗീയതയുടെ വക്താക്കളായ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ മൗനാനുവാദത്തോടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നമ്മൾ ദിനം പ്രതി കണ്ടുവരുന്നതാണ്. ക്രിസ്മസ് ആഘോഷിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതു വിധേനയും ഇതിനെ പ്രതിരോധിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന കടമ. അതേസമയം അങ്ങനെ ഒരു ചിന്തയില്ലാത്ത എന്നാൽ മതേതരത്വത്തിൻ്റെ മെയിൻ ആളുകളാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു കൂട്ടരും ഈ നാട്ടിലുണ്ട്. ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിലും കോൺഗ്രസിൽ നിന്ന് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നവരുടെയും തെരഞ്ഞെടുപ്പ് ജയിക്കുന്നവരുടെയും BJPയിലേക്കും മറ്റ് വർഗീയ സഖ്യങ്ങളിലേക്കുമുള്ള കൂട്ടപലായനം ഗുരുതരമായ ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. 2014 മുതൽ 2021 വരെയുള്ള കാലയളവിൽ പാർട്ടി വിട്ട ജനപ്രതിനിധികളിൽ പകുതിയോളം പേർ കോൺഗ്രസ്സുകാരാണ്. 177ഓളം MP-മാരും MLA-മാരുമാണ് ഈ കാലയളവിൽ കോൺഗ്രസ് വിട്ടത്. ഇതിൽ ഭൂരിഭാഗവും BJPയിലേക്കാണ് ചേക്കേറിയത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉദാഹരണമുണ്ട്. മറ്റത്തൂരിൽ 24 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ 10 സീറ്റുമായി LDF ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു. UDF-ന് 8ഉം NDAക്ക് 4 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. കോൺഗ്രസ് അംഗങ്ങൾ തങ്ങളുടെ രാജിക്കത്തുകൾ DCCക്ക് നൽകുന്നതിന് മുൻപ് BJPക്കാണ് നൽകിയത്. ഇതിനു മുൻപ് ബീഹാറിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള JDU BJPയുടെ ഭാഗമായിട്ടും അധികകാലമായിട്ടില്ല. അതേ ബീഹാറിൽ കോൺഗ്രസിന് ആകെയുള്ള 6 MLA-മാരും NDAയിലേക്ക് പോകാനുള്ള ചർച്ചകളിലാണ്. 2025 തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിൽ വലിയ വിലപേശൽ നടത്തി കോൺഗ്രസ് 61 സീറ്റിലാണ് മത്സരിച്ചത്. ഇന്ത്യ കൂട്ടായ്മയെ ദുർബലപ്പെടുത്തി പരമാവധി സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ജയിച്ചത് 6 മാത്രം. തെരഞ്ഞെടുപ്പിന് 2 മാസം തികയും മുമ്പ് 6 പേരും NDAയിൽ ചേക്കേറുന്നതോടെ ബീഹാറിൽ കോൺഗ്രസ് നാമാവശേഷമാവും. മഹാരാഷ്ട്രയിൽ അശോക് ചവാനെ പോലെയുള്ള മുൻ മുഖ്യമന്ത്രിമാർ പോലും കോൺഗ്രസ് വിട്ട് BJPയിൽ ചേരുന്നത് രാഷ്ട്രീയ ബോധ്യങ്ങളെക്കാൾ കൂടുതൽ സുരക്ഷിതമായ അധികാര കേന്ദ്രങ്ങൾ തേടിയാണെന്ന് വ്യക്തമാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിക്കാൻ ഇന്ത്യ സഖ്യത്തിനെ വഞ്ചിച്ച് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതും ഇതിനുള്ള സൂചനയാണ്. ഗോവയിലും കർണാടകയിലും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കാൻ കോൺഗ്രസ് MLA-മാരെ കൂട്ടത്തോടെ BJP വിലക്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. പലയിടത്തും നിലപാടുകളും ജനങ്ങളുടെ വിശ്വാസവുമൊക്കെ കോൺഗ്രസ് വഴിവാണിഭത്തിന് വയ്ക്കുകയാണെന്ന് പോലും തോന്നിപ്പോകും. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ നേതൃത്വത്തിൽ മധ്യപ്രദേശിലും ഗുജറാത്തിലും ആവർത്തിച്ചുള്ള കൂറുമാറ്റങ്ങളിലൂടെയുള്ള കോൺഗ്രസിനെ ദുർബലമാക്കാൻ BJPയുടെ ഓപ്പറേഷൻ താമരയ്ക്ക് വളരെ എളുപ്പമായിരുന്നു. വർഗീയതയ്ക്കെതിരെ സ്നേഹത്തിന്റെ കട തുറക്കാനെന്ന പേരിൽ കോടികൾ ചെലവാക്കി രാജ്യത്താകെ യാത്ര നടത്തുന്ന നേതാക്കൾക്ക് എന്തുകൊണ്ട് സ്വന്തം നേതാക്കളെ MLA-മാരും മുൻ മുഖ്യമന്ത്രിമാരെ പോലും BJPയിലേക്ക് മാറുന്നത് കാണാൻ കഴിയുന്നില്ല എന്നത് വലിയൊരു പരാജയം തന്നെയാണ്. മതം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന BJPയുടെ തന്ത്രങ്ങളെ അധികാരഭ്രമത്തിൽ കോൺഗ്രസ് കാണാതെ പോവുകയാണ്. അല്ലെങ്കിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വവും ജനാധിപത്യവും അവർക്ക് അധികാരത്തിന് താഴെയാണ് എന്ന് വേണം പൊതുജനം മനസ്സിലാക്കാൻ. 50 വർഷത്തിലേറെ കാലം രാജ്യം ഭരിച്ച പാർട്ടിയുടെ നേതാക്കൾ അധികാരത്തിന് വേണ്ടി സ്വത്വത്തെ പോലും പണയം വയ്ക്കുന്ന അവസ്ഥയാണ്. ജനാധിപത്യ രാജ്യത്തെ ഒന്നടങ്കം കച്ചവടം ചെയ്യാൻ ഇവർ നയിച്ചാൽ മതി എന്ന തിരിച്ചറിവാണ് കുറച്ചു കാലമായി നമുക്ക് കോൺഗ്രസ് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം പറയാം.